മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. +1 ക്ലാസുകൾ തുടങ്ങിയ ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. മലപ്പുറത്തും കോഴിക്കോടും ഹയർ സെക്കൻഡറി മേഖലാ ഉപഡയറക്ടറുടെ ഓഫീസ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉപരോധിച്ചു. KSU MSF പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറത്ത് കനത്ത മഴയിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വയനാട്ടിലും MSF പ്രവർത്തകർ പ്രതിഷേധിച്ചു. VA ഗിരീഷും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം ഷഹദിലേക്ക്. ഷഹദ്, ഇന്നും വ്യാപക പ്രതിഷേധം. ഇപ്പോൾ +1 ക്ലാസ് തുടങ്ങുന്ന SFI ഏറ്റവും കൂടുതൽ പ്രതിഷേധമായി രംഗത്തിറങ്ങുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ ഭേദമില്ലാത്ത പ്രതിഷേധത്തിനല്ലേ ഇന്ന് ആ മേഖല സാക്ഷ്യം വഹിച്ചത്? ഷഹദ്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ MSFന്റെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ സമരം ആരംഭിച്ചത്. രാവിലെ 10 മണിയോടുകൂടി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് MSFലെ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഇവരെ ഈ പ്രധാന കവാടത്തിൽ, അതായത് ഈ ഓഫീസിന്റെ പ്രധാന കവാടത്തിൽ പോലീസ് തടഞ്ഞു. പിന്നീട് ഉന്തും തള്ളുമുണ്ടായി. ഏറ്റവും ഒടുവിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിലാണ് KSU പ്രവർത്തകർ അതേ ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്തുകയും പിന്നീട് ആ മാർച്ച് അക്രമാസക്തമാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത്. അവരെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊട്ട് പുറകെയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം മലപ്പുറം നഗരത്തിൽ ഉണ്ടായിരുന്നത്. പാലക്കാട്, കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയും വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് വലിയ രീതിയിലുള്ള മഴ മലപ്പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആ മഴയെ പോലും വകവെക്കാതെയാണ് റോഡിൽ കിടന്നുകൊണ്ട് ഈ പ്രവർത്തകർ പ്രതിഷേധിച്ചത് എന്നുള്ളതാണ്. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മാർച്ച് അല്ലെങ്കിൽ പ്രതിഷേധം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നടക്കുന്നത് മലപ്പുറം കളക്ടറേറ്റിലേക്ക് SFIന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥി സംഘടന SFI, അതായത് സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI സർക്കാരിനെതിരെ, ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ SFI തന്നെ മുദ്രാവാക്യം ഉയർത്തുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് സീറ്റ് അനുവദിക്കുക, അധിക ബാച്ചുകൾ അനുവദിക്കുക, മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാറിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തുന്നു. കഴിഞ്ഞ ദിവസം SFIന്റെ സംസ്ഥാന നേതാക്കളും ഒപ്പം തന്നെ ദേശീയ നേതാക്കളും മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി സീറ്റ് ഉറപ്പ് വരുത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഉറപ്പ് പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും പ്രക്ഷോഭ പരിപാടികളുമായി തെരുവിലേക്ക് ഇറങ്ങുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ കാണുന്നത് കൊല്ലത്താണ്. കൊല്ലത്തെ ഓഫീസിലേക്ക് കൊല്ലത്ത് KSUവിന്റെ പ്രതിഷേധമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾ ഗേറ്റ് ചാടിക്കാണാൻ ശ്രമിക്കുന്നുണ്ട്, പോലീസ് പ്രതിരോധിക്കുന്നുണ്ട്. ജയശങ്കർ, +2 വിഷയത്തിൽ തന്നെയല്ലേ കൊല്ലത്തെയും KSUവിന്റെ പ്രതിഷേധം? അതായത് ആശ്മി, പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിലുള്ളൊരു ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്. പ്രവർത്തകർ അല്പസമയം മുമ്പ് കളക്ടറേറ്റിന്റെ കമ്പിവേലി വേദിച്ച് ഉള്ളിലേക്ക് കയറാൻ ശ്രമം നടത്തി. ഒരു പ്രവർത്തകൻ ഉള്ളിലെത്തുകയും ചെയ്തു. ഇതിനുശേഷം ഈ പ്രവർത്തകനെ പോലീസ് തിരിച്ച് പുറത്തേക്കാക്കുകയായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ +1 സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU കൊല്ലം കളക്ടറേറ്റിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ സംഘർഷം ഉണ്ടാകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെ അവസ്ഥയുള്ളത്.
പോലീസ് ഗ്രനേഡ് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം, ടിയർ ഗ്യാസ് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്രമാസം സംഘർഷ അവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയാണുള്ള. പ്രവർത്തകരും പിരിഞ്ഞു പോകാൻ തയ്യാറാകില്ല എന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. പോലീസ് എറിഞ്ഞ ഗ്രനേഡ് പ്രവർത്തകർ തിരിച്ച് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോലീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. വീണ്ടും പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പോലീസ് എറിഞ്ഞ ഗ്രനേഡൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല എന്നതാണ് മറ്റൊരു കൗതുകം. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വന്നതോടെയാണ് പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ പോലീസ് പ്രയോഗിച്ച ഗ്രനേഡൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ദൃശ്യങ്ങൾ കാണാം. പോലീസ് എറിഞ്ഞ ഗ്രനേഡ് പോലീസിലേക്ക് എറിയുന്നത് മറ്റും ദൃശ്യങ്ങളിൽ കാണാം. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. നൂറിലധികം KSU പ്രവർത്തകരാണ് ഇവിടെ ഈ സമരത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. വീണ്ടും പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പൊട്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പൊട്ടാത്ത ഗ്രനേഡുകളാണ് പോലീസ് വലിച്ചെറിഞ്ഞതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും മഴ വല്ലതും ഉണ്ടോ? ഗ്രനേഡ് തണുത്തോ വല്ലതും ആണോ പൊട്ടാതിരിക്കാൻ കാരണം? പ്രവർത്തകർ ആശ്മി, ഒന്നിൽ കൂടുതൽ തവണ പോലീസ് ഈ ഗ്രനേഡ് പ്രയോഗിച്ചു. അതെല്ലാം തന്നെ പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ പിരിഞ്ഞു പോകാൻ തയ്യാറല്ലെന്ന ഒരു നിലപാടിലാണ് പ്രവർത്തകരുള്ളത്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് കൂടുന്ന സാഹചര്യമാണ്. അല്പസമയം മുമ്പ് പ്രവർത്തകർ ചിന്നിച്ചിതറിയിരുന്നു. നിലവിൽ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് പ്രവർത്തകർ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പോലീസും പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് അംഗീകരിക്കണം, അതുവരെ സമരം തുടരുന്ന ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ട് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനൊപ്പം കൊല്ലത്തെ നൂറോളം വരുന്ന പ്രവർത്തകരാണ് ഇവിടെ ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ചെറിയ മഴയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് പ്രവർത്തകർ ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധവുമായി പോകുന്നത്. 3-ലധികം തവണ പ്രവർത്തകരും പോലീസും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പോലീസിന്റെ ഭാഗത്തേക്ക് വന്നാൽ പോലീസ് തികച്ച സംയമനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പ്രവർത്തകരെ മറ്റു തരത്തിൽ പ്രകോപിക്കുന്ന രീതിയിൽ പോലീസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇവിടെ കൊല്ലത്ത് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം ബാരിക്കേഡിൽ മറികടക്കാനുള്ള നീക്കങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്കാണ് അവിടെ കൊല്ലത്താണ് കളക്ടറേറ്റിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധം നേരത്തെ കണ്ടത്. കുരിച്ചൊരുന്ന വലിയ മഴയത്തും അവിടെ പ്രതിഷേധമായി എത്തുന്നുണ്ടായിരുന്നു KSU പ്രവർത്തകർ. പോലീസ് എറിഞ്ഞ ഗ്രനേഡുകൾ പൊട്ടാത്ത സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പോലീസ് പിന്നീട് പറയട്ടെ. എന്തായാലും വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ച. +1 സീറ്റ് പ്രതിസന്ധി കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നടപടിയിലും പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റി നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരിയാണ് വീണ്ടും. അലക്സ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ SFI പോലും ഇന്ന് സമരമുഖത്തേക്ക് ഇറങ്ങുന്നു. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. വിഷയം +1 സീറ്റ് പ്രതിസന്ധി. അലക്സ്. ഹാഷ്മി, തീർച്ചയായും അതായത് സമരമുഖരിതമാകുന്നു തലസ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി അത് പ്രതിപക്ഷം കൃത്യമായി തന്നെ അത് രാഷ്ട്രീയ വിഷയമായി ഇതിനോടൊക്കെ മുൻനിർത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കൊല്ലം കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് അക്രമാസക്തമാവുകയാണ്. അവിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുക, ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു KSU പ്രവർത്തകർ. പോലീസുമായി നേരിട്ട് അടിയുണ്ടാകുന്നു. പോലീസിന്റെ വടിയാണോ അതോ സമരക്കാർ കൊണ്ടുവന്ന ചെറിയ പൈപ്പ് പോലുള്ളതാണോ? എന്തായാലും പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ, പോലീസും KSU പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടത്തുകയാണ്. അവിടെ ടിയർ ഗ്യാസുകൾ എറിഞ്ഞു. ടിയർ ഗ്യാസ് എന്തുകൊണ്ട് പൊട്ടിയെന്ന് ഇപ്പോൾ തോന്നുന്നു. അവിടെ പുകയൊക്കെ കാണുന്നുണ്ട്. അതോ ജലപീരങ്കി? അല്ല, ജലപീരങ്കിയാണത്. അത് ജലപീരങ്കി പ്രയോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇവിടെ കൊല്ലത്ത് കളക്ടറേറ്റിൻ്റെ ഗേറ്റ് ചാടിക്കടക്കാൻ KSU പ്രവർത്തകർ ശ്രമിക്കുന്നു. അതിന് അപ്പുറത്ത് നിന്ന് പോലീസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. നേർക്കുനേർ വലിയ വാക്പോരടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. KSU പ്രവർത്തകർ അതിൻ്റെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അവിടെ +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നതിന് വിദ്യാർത്ഥി സംഘടനകളൊന്നും മുഖവിലയ്ക്ക് എന്തായാലും എടുക്കുന്നില്ല. അവിടെ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുകയുമാണ്. തിരുവനന്തപുരത്തും നിയമസഭയിലേക്കാണ് മാർച്ച് നടക്കുന്നത്. അവിടെ പ്രശ്നം +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കഴിഞ്ഞ ദിവസം KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഒരു കരിങ്കൊടി കാണിച്ചിരുന്നു. ഗോപു നെയ്യാറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നടപടിയിലാണ് തിരുവനന്തപുരത്തെ KSU പ്രവർത്തകരുടെ പ്രതിഷേധം. സമരമുഖരിതമാകുന്നു സംസ്ഥാനമെമ്പാടും. വിദ്യാർത്ഥി സംഘടനകൾ മലബാർ മേഖലയിൽ MSF അതിശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ KSU വലിയ പ്രതിഷേധം കാഴ്ചവെക്കുന്നു. MSF അടക്കം
ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അടക്കം SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടന സമര നേതൃത്വങ്ങളൊക്കെ ഇന്ന് ഈ തെരുവിൽ സമരമുഖത്താണ്. കാരണം +1 സീറ്റ് പ്രതിസന്ധിയാണ്. വിദ്യാഭ്യാസ മന്ത്രി +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു സഭയിൽ. ചില കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരോക്ഷമായി ശരിയാണെന്ന് പറയാനെങ്കിൽ കൂടിയും പ്രാക്ടിക്കൽ ഗ്രൗണ്ടിൽ അതൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളതിനാണ് ഈ സമരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലത്ത് കളക്ടറേറ്റിലേക്കാണ് KSUവിന്റെ മാർച്ച്. പലയാവർത്തി അവിടെ ജലപീരങ്കി പ്രയോഗവും ടിയർ ഗ്യാസ് പ്രയോഗവും ഉണ്ടായി. തിരുവനന്തപുരത്തും നിയമസഭയിലേക്കാണ് മാർച്ച്. അവിടെ കുറച്ചുകൂടി അക്രമാസക്തമാകുന്നു സമരമെന്ന് ഞാൻ പറയാം. അലക്സ് റാം മുഹമ്മദ് തുടരുന്നു. അലക്സ്, തിരുവനന്തപുരത്തെ നിയമസഭാ സമരം മാർച്ച് കുറച്ച് സംഘർഷഭരിതമാകുന്നു എന്ന് പറയാനായോ? ഹാഷ്മി, തീർച്ചയായും. അതായത് തലസ്ഥാനത്ത് ഈ മാർച്ച് അല്പം മുമ്പാണ് KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ചുമായി എത്തിയത്. അവർ എത്തിയപോലെ തന്നെ ബാരിക്കേഡ്, അതായത് നിയമസഭയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഈ ബാരിക്കേഡുകൾ ഭേദിക്കാനുള്ള ശ്രമം, അത് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. അപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. വലിയ മുദ്രാവാക്യം വിളി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഇത് KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രധാനമായി രണ്ടാമതും KSUവിന്റെ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ച, നിയമസഭയുടെ മുന്നിൽ നിന്നുള്ള കാഴ്ച. നിരവധിയായ KSU പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഈ സമരത്തിന്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി അത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി അത് ഉയർത്തിക്കാട്ടുന്നുണ്ട് പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിപക്ഷവും ഒക്കെ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഇതിന് കണക്ക് നിരത്തി ആവർത്തിച്ച് മറുപടി പറയുന്നുണ്ടെങ്കിലും ആ കണക്കൊന്നുമല്ല റിയാലിറ്റി, അതൊന്നുമല്ല ശരിയെന്ന് പ്രവർത്തകർ പറയുന്നുണ്ട്. ഇപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സീറ്റ് നേടാതെ പുറത്താണ്, സീറ്റ് ലഭിക്കാതെ പുറത്താണ്, സ്കൂളിൽ എത്താൻ സാധിക്കാതെ അവർ പുറത്തു നിൽക്കുകയാണെന്നുള്ളതാണ് അവർ പ്രധാനമായി പറയുന്നത്. വീടിനടുത്ത് അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. മുഴുവൻ A+ വാങ്ങിയ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വലിയ പ്രതിസന്ധി അവർക്ക് നേരിടുന്നുണ്ട്. അവരോട് നിങ്ങൾ പോളിടെക്നിക്കിൽ ണ്ടെന്ന് പറഞ്ഞ എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ന്യായമാണ്. SFI പോലും അടിവരയിടുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം എത്ര കാലം ആ അവകാശവാദം വിശദീകരണം നൽകാനാകും, തുടരാനാകും എന്നുള്ളത് വലിയ ചോദ്യമാണ്. SFI പോലും പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങാൻ, സമരരംഗത്തേക്ക് ഇറങ്ങും എന്ന മുന്നറിയിപ്പ് SFI പോലും നൽകുന്ന സാഹചര്യമുണ്ട്. ഇന്നും വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അവരുടെ വിശദീകരണം, സർക്കാരിന്റെ വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. ഈ സമരങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നത്. അദ്ദേഹം ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് ഈ 1ാം ഘട്ട അലോട്ട്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധവുമായി ചിലർ രംഗത്തിറങ്ങുകയാണ്. അതിന് പിന്നിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അപ്പോഴും അദ്ദേഹത്തിന് കാര്യമുണ്ട്. 3ാമത്തെ അലോട്ട്മെന്റ് പൂർത്തിയാകട്ടെ, അപ്പോൾ കാണാം അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അത് അപ്പോൾ കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3ാം ഘട്ട അലോട്ട്മെന്റും കഴിഞ്ഞ് ഇന്ന് +1 വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയ ദിവസമാണ്. ഇപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മലപ്പുറത്ത് പഠിക്കാൻ പോകാതെ അല്ലെങ്കിൽ സ്കൂളുകൾ അഡ്മിഷൻ കിട്ടി പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ മുഴുവൻ A+ വാങ്ങിയ വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വിഷയം ചൂസ് ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട്. വലിയ വിഷയമായി അത് പ്രതിപക്ഷം ഉയർത്തുന്നു, പ്രത്യേകിച്ച് KSU ഉയർത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി OR കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ KSU പ്രവർത്തകർ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചതും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കരിങ്കൊടി കെട്ടിയതും. അതൊരു അപ്രതീക്ഷിത സമരമായിരുന്നു. പോലീസ് പോലും ആ സമരത്തെ സംബന്ധിച്ച് വലിയ ധാരണ പോലീസിന് പോലും ഉണ്ടായിരുന്നില്ല. KSUവിന്റെ കൊടിയും കരിങ്കൊടിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ വാഹനത്തിൽ കെട്ടിയായിരുന്നു അവരുടെ പ്രതിഷേധം. അവിടെ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നത് സമരം ചെയ്യാനുള്ള, നിഷേധിക്കാനുള്ള അവകാശവും KSU പ്രവർത്തകർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അപ്പോഴും അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലുള്ള വിശദീകരണങ്ങൾ നടത്തുകയായിരുന്നു. ആ സമരത്തെ തുടർന്നാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പോലീസ് അദ്ദേഹത്തിന്റെ നെയ്യാറിലെ വീട് വളഞ്ഞത്, കന്റോൺമെന്റ് പോലീസ് നെയ്യാറിലെ വീട് വളഞ്ഞാണ് ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് ഇപ്പോഴും കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ റിമാൻഡൊന്നും ചെയ്തിട്ടില്ല, കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഗോപു നെയ്യാർ ഉള്ളത്. ഇതിൽ കൂടി അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു KSU പ്രവർത്തകർ എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റിന് അനാവശ്യമായി വീട് വളഞ്ഞ്, അതൊരു കുറ്റവാളിയെ പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതിഷേധം കൂടി തങ്ങൾ അറിയിക്കുന്നുവെന്ന് KSUവിന്റെ ജില്ലാ കമ്മിറ്റി പറയുന്നുണ്ട്. മറ്റൊന്ന് +1 സീറ്റ് പ്രതിസന്ധി. യഥാർത്ഥത്തിൽ ചൊവ്വാഴ്ച ദിവസം, അതായത് നാളെയാണ് നിയമസഭയിലേക്ക് KSU ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട മാർച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെന്നാണ് നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ സമരം അവർ ഇന്നത്തേക്ക് മാറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 തവണ പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി ഇതിനോടകം പ്രയോഗിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. വലിയ മഴയായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 1/4 മണിക്കൂറായി തിരുവനന്തപുരത്ത്. ആ മഴയത്ത് പോലും അവർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മഴ അല്പം ശമിച്ചപ്പോഴാണ് ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. വരുമ്പോഴും മഴയുണ്ടായിരുന്നു. ആ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു.
നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി കാണുന്ന ഒരു സവിശേഷതയുണ്ട്. സമരങ്ങളെ വലിയ രീതിയിൽ പോലീസ് തിരിച്ച് കൈകാര്യം ചെയ്യുന്നില്ല, അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു വലിയ രീതിയിലൊരു ഒരു പ്രതിരോധം അത്തരത്തിൽ ഈ പ്രവർത്തകർക്ക് നേരെയുള്ള ഒരു പ്രതിരോധം പോലീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇവിടെയും അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു പോലീസ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ബാരിക്കേഡിന് പിന്നിൽ അവർ അണിനിരന്നിട്ടുണ്ട്. നേരത്തെ ഉള്ളതുപോലെ പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇന്നലെ പോലും വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് ഈ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യത്തിൽ പോലും പോലീസ് അവിടെ സംയമനം പാലിച്ചിരുന്നു. ഒരുപക്ഷെ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നായിരിക്കും. ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് വശത്തുകൂടി, മതിലിന് വശത്തുകൂടി അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് വനിതാ പ്രവർത്തകർ നടത്തുന്നത്. അവിടെ പോലീസ് അവരെ തടയുന്നുണ്ട്. അവർക്ക് പിന്തുണയായ മറ്റു പ്രവർത്തകർ കൊല്ലത്ത് കളക്ടറേറ്റിലേക്കാണ് KSUവിന്റെ മാർച്ച്. +1 സീറ്റ് പ്രതിസന്ധിയിൽ തന്നെയാണ് അവിടെയും മാർച്ച്. അവിടെ കുറെ അധികം സമയമായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു നേർക്കുനേർ മുഖാമുഖ പോരാട്ടത്തിലേക്ക് തന്നെ നിൽക്കുകയാണ്. അവിടെ ഗേറ്റ് ചാടിക്കടക്കാൻ KSU പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. അവിടെ പലയാവർത്തി ടിയർ ഗ്യാസ് പ്രയോഗമാണ് ഉണ്ടായത്. പക്ഷേ ടിയർ ഗ്യാസുകൾ അങ്ങനെ എറിഞ്ഞ ടിയർ ഗ്യാസ് പൊട്ടിയില്ല എന്നൊക്കെ നേരത്തെ ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരം നിയമസഭയിലേക്കുള്ള മാർച്ച് കൂടുതൽ സംഘർഷഭരിതമാകുന്നു. നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് അവിടെ ഒരു എന്താണ് ഈ കൊല്ലത്ത് ഗേറ്റ് ചാടിക്കടന്ന ഒരു പ്രവർത്തനം തിരിച്ചിങ്ങോട്ടേക്ക് വരികയായിരുന്നു. അവിടെ വലിയ പ്രതിഷേധം ഉയർന്നു. തിരുവനന്തപുരത്ത് അവിടെ ആ ബാരിക്കേഡുകൾ തള്ളി മാറ്റാൻ വിദ്യാർത്ഥികൾ കൂട്ടമായി അതിങ്ങനെ വലിക്കുന്ന ദൃശ്യങ്ങൾ കുറേയധികം സമയമായി കാണുന്നു. കുറച്ച് വനിതാ പ്രവർത്തകർ ബാരിക്കേഡിന്റെ സൈഡിലൂടെ പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ നേരത്തെ തിരുവനന്തപുരത്ത് കണ്ടു. വലിയ പ്രതിഷേധം, മലബാർ മേഖലയിലടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറയുകയാണ് മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി ഇല്ല, എവിടെയും +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് പറയുകയാണ്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഏതൊക്കെയോ കണക്കുകൾ വെച്ചുള്ള പ്രതിരോധമാണ് മന്ത്രി നടത്തുന്നത്. പക്ഷേ അതല്ല വസ്തുത എന്ന് പറയുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. എന്ന് പറഞ്ഞാൽ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് കണക്ക് വെച്ചുള്ള ആ പ്രതിരോധം അത് ശരിയല്ല, യാഥാർത്ഥ്യം അതല്ല എന്ന് പറയുകയാണ്. യാഥാർത്ഥ്യം അതല്ല താനും. ഇന്നലെ നമ്മൾ മലപ്പുറത്ത് പോകുമ്പോൾ അവിടുത്തെ കുട്ടികളോട്, എല്ലാ വിഷയത്തിലും A+ നേടിയ കുട്ടികളോട് ചോദിക്കുമ്പോൾ 1-2 വിദ്യാർത്ഥികളെങ്കിലും പറഞ്ഞു കുറച്ച് ദൂരം മാത്രമാണ്, അഡ്മിഷൻ കിട്ടി, പക്ഷേ വീട്ടിൽ നിന്ന് 1-2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് പോകേണ്ട ദൂരമുണ്ട് എന്ന് പറയുകയാണ്. അത് എക്സാക്ട്ലി ആ പ്രശ്നം തന്നെ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രവേശനം കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്. ഇനി പ്രവേശനം കിട്ടിയവർക്ക് തന്നെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ യാത്ര ചെയ്ത് പോകേണ്ട അവസ്ഥയുണ്ടെന്ന് പറയുകയാണ്. പഴയ പ്രീ-ഡിഗ്രി കാലം നമ്മൾക്ക് വീടിനടുത്താണോ പഠിച്ചത് എന്നൊരു ചോദ്യമൊക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു ഭരണപക്ഷം. പക്ഷേ അതൊക്കെ ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ് എന്ന് പറയുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. വീടിന് ഒരുപാട് ദൂരെ അല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ള കുട്ടികളല്ല ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയല്ലാത്ത രീതിയിൽ പഠന സാഹചര്യം ഒരുക്കണം എന്ന ആവശ്യം, അത് ന്യായമായ ആവശ്യമാണ്. അത് സർക്കാർ കേൾക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ദിവസം നാളെ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് മുന്നോടിയായി ഇവിടെ തിരുവനന്തപുരം നിയമസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് കൂടുതൽ സംഘർഷഭരിതമാകുന്നു. പലയാവർത്തി 10 ഡസനോളം തവണയെങ്കിലും അവിടെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പക്ഷേ അതിലൊന്നും പിരിഞ്ഞു പോകാതെ KSU പ്രവർത്തകർ പോലീസിനോട് നിൽക്കുന്ന ഏറ്റുമുട്ടുകയാണ്. പക്ഷേ പോലീസ് സംയമനം പാലിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ ഒക്കെയുള്ള സാഹചര്യത്തിൽ ലാത്തി ചാർജൊക്കെ ഇതിനോടകം ഉണ്ടാവേണ്ടതാണ്. ലാത്തി ചാർജ് ഉണ്ടായില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ജലപീരങ്കി അല്ലാതെ ഒരു ടിയർ ഗ്യാസ് പ്രയോഗവും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല. വലിയ പ്രതിഷേധം കേരളമെമ്പാടും ഈ +1 സീറ്റ് പ്രതിസന്ധിയിൽ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ABVP ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ പറയാം. KSU ഉണ്ട്, SFI ഉണ്ട്, MSF ഉണ്ട്, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉണ്ട്. അങ്ങനെ കേരളത്തിൽ സജീവമായി നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് വേണമെന്നുള്ള വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരമുഖത്തുണ്ട്. ABVP ഒഴിച്ച് ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇന്നും ഇന്നലെയും ഒക്കെ സമരമുഖത്താണ്. ഇന്നാണ് ഇപ്പോൾ SFI സമരത്തിലേക്ക് ഇറങ്ങുന്നത്. SFI ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അവിടെ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം SFI പറഞ്ഞതാണ്. ഇന്നാണ് അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് SFI ഇറങ്ങുന്നത്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ABVP ഒഴികെയുള്ള ഒട്ടുമിക്ക എല്ലാ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇന്ന് സമരമുഖത്തുണ്ട്. ഏത് രീതിയിൽ അത് സർക്കാർ പരിഹരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അലക്സ് മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഒരു പലയാവർത്തിയുള്ള ജലപീരങ്കി പ്രയോഗം, ബാരിക്കേഡുകൾ ഇളക്കി മാറ്റാനുള്ള ശ്രമത്തിനൊക്കെ ഒടുവിൽ രംഗം ചെറുതായൊന്ന് ശാന്തമായോ? ഹാഷ്മി, പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർ ആ ബാരിക്കേഡ്
സ്ഥാപിച്ചിരിക്കുന്നതിന്റെ മുന്നിൽ അവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്, പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുകയാണ്. 3 തവണ പോലീസ് അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അതിൽ പ്രധാനമായും വനിതാ പ്രവർത്തകർ അടക്കം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരൊക്കെ മഴയിൽ തന്നെ ആകെ നനഞ്ഞിവിടെ എത്തിയ പ്രവർത്തകരാണ്. അപ്പോൾ അതിന് പുറത്താണ് പോലീസ് ജലപീരങ്കി കൂടി പ്രയോഗിച്ചത്. പക്ഷേ മറ്റ് ഒരു പ്രതിരോധം അല്ലെങ്കിൽ കടുത്തൊരു പ്രതിരോധത്തിലേക്ക് കടക്കാൻ പോലീസും തയ്യാറായില്ല. അവരും സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്താണെങ്കിലും അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഈ സമരം അടുത്ത ദിവസങ്ങളിൽ തുടരും. ഇത് കടുപ്പിച്ച് തന്നെ ഈ സമരം തുടരും സർക്കാരിനെതിരെ എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് പിന്നാലെ വീണ് കിട്ടിയ ഒരു ആയുധം കൂടിയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. മലപ്പുറത്തൊക്കെ MSF അത് കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് ആ മേഖലയിലൊക്കെ. അത് KSU അത് തലസ്ഥാനത്ത് കൂടി വ്യാപിപ്പിക്കുന്നുണ്ട്. ഹാഷ്മി, നാളെ യൂത്ത് ലീഗ് സമാന വിഷയത്തിൽ നിയമസഭാ മാർച്ച് നടത്താൻ ഇരിക്കുകയുമാണ്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. അവരിതിന്റെ സമരത്തിന്റെ അലയൊലികൾ അത് തലസ്ഥാന നഗരത്ത് എത്തിക്കും. മാത്രമല്ല അവരുടെ മുന്നണിയിൽ തന്നെ വലിയ വിഷയമായി ഇത് സർക്കാരിനെതിരെയുള്ള സമര വിഷയമായി ഈ +1 സീറ്റ് പ്രതിസന്ധി മാറ്റണം എന്ന നിർദ്ദേശം പോലും ഉണ്ട് UDF മുന്നണിക്കകത്ത് തന്നെ. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ സമരമായി അത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ SFIയുടെ നിലപാടുണ്ട്. കാരണം വിദ്യാഭ്യാസ SFI ഇതിലെടുക്കുന്നത്. SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ VP സാനു പറയുന്നത് മലപ്പുറത്ത് സീറ്റ് ക്ഷാമം ഉണ്ട്, സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് SFI തുറന്ന് സമ്മതിക്കുകയാണ്. അത് മാത്രമല്ല 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ SFI പോലും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, മലപ്പുറത്ത് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുക, +1 ബാച്ചുകൾ അനുവദിക്കുക എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴും ബാച്ചുകൾ അനുവദിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ അഡ്മിഷൻ പൂർത്തിയായതിനു ശേഷം ഏതാണ്ട് 4000-ത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് കേരളത്തിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ സംസാരിക്കുന്നത്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷൻ ലഭിക്കാതെ അല്ലെങ്കിൽ അഡ്മിഷൻ നൽകാതെ ഈ സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികൾ, പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ നേരെ കോക്കിരികുത്തുന്ന സമീപനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി സംസ്ഥാന വ്യാപകമായി KSU സമരം വലിയ പ്രതിഷേധം കേരളമെമ്പാടുമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടപ്പാക്കുകയാണ്. അപ്പോൾ അത് +1 സീറ്റ് പ്രതിസന്ധിയാണ്. ABVP ഒഴികെയുള്ള SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരമുഖത്ത് ഇന്നുണ്ട്. ആ പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ഈ പറയുന്ന മുൻവിധികളില്ലാതെ ആ കണക്കുകൾ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുക കൂടിയാണ്.